നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ ചികിത്സിക്കാൻ നീ ആരാ? ഡോക്ടറോ? നിങ്ങൾക്ക് വേണ്ട നല്ല ഒന്നാന്തരം ചികിത്സ എന്റെ കയ്യിലുണ്ട്. ദാ ഈ കൈ നിവർത്തി ഒരെണ്ണം തന്നോണ്ടല്ലോ നിങ്ങൾ വട്ടം കറങ്ങി പോവും. ആ കുട്ടിയെ തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിലും നമ്മൾ ഇതിന് പരിഹാരം കണ്ടേനെ. അതെങ്ങനെ? അത് പിന്നെ നമ്മൾ അടുത്ത കുട്ടിക്ക് വേണ്ടിയുള്ള പ്ലാനിങ് തുടങ്ങില്ലായിരുന്നോ? ഇവിടെ ഒറ്റയ്ക്കാക്കാൻ പറ്റില്ലല്ലോ. ഈയടാ മോന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ. പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അയ്യോ, അതെന്താ പറ്റാത്ത? നമുക്കൊരു കുഞ്ഞൂടെ വേണ്ടേ? വേണം, പക്ഷേ ഉടനെ ഒന്നും നമുക്കതിനെ പറ്റി ചിന്തിക്കണ്ട. എടോ, കുഞ്ഞുങ്ങള് തമ്മില് വലിയ പ്രായ വ്യത്യാസം ഇല്ലാതെ ജനിക്കുന്നത് നല്ലത്. ആര് പറഞ്ഞു? കുഞ്ഞുങ്ങള് പരസ്പരം കൂട്ടുകാരായിട്ട് വളരണം. സഹോദരങ്ങളുടെ കൂട്ട് തന്നെ ആവണം അവർക്ക് ഏറ്റവും ചെറുപ്പത്തിലേ കിട്ടേണ്ടത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരിക്കും. അതുകൊണ്ടാ അടുത്ത കുഞ്ഞിന്റെ കാര്യം ഞാൻ ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞത്. നമുക്കേ മിനിമം ഒരു 5 കുട്ടികളെങ്കിലും വേണം. 5 കുട്ടികളോ? ആ, അത്രയൊന്നും എന്നെ കൊണ്ട് പറ്റുമൊന്നുമില്ല. എന്തായാലും ഒന്നിനെ പ്രസവിച്ചല്ലോ, ബാക്കി നമുക്ക് സർജറി ചെയ്യാം. ഞാൻ ഒരു കുഞ്ഞിനെ സർജറി ചെയ്തെടുക്കുന്നതിന്റെ വേദന എന്താണെന്ന് നിനക്കറിയോ? അത് അനുഭവിച്ച ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവെങ്കിലും നിനക്കുണ്ടോ? അഞ്ചെണ്ണം വേണം പോലും. അല്ലെങ്കിലേ ചില പെണ്ണുങ്ങൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാ. എന്നാ ചിലർക്കാണെങ്കിലേ ഒരു ബുദ്ധിമുട്ടും ഇല്ല, വർഷാവർഷം അവര് പ്രസവിക്കും. മിനിമേ ഒരു കുടുംബത്തിൽ 10 കുട്ടികളെങ്കിലും കാണും. ഇതിപ്പം 10 എണ്ണം വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ, ഒരു 5 എണ്ണെങ്കിലും. നിനക്ക് എന്നെ കൊല്ലാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ സന്ദീപേ? അയ്യേ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ? താനിങ്ങ് വന്നേ. നീ ഒന്ന് പോയ സന്ദീപേ. അപ്പോഴേക്കും നീ ഇതൊക്കെ സീരിയസ് ആക്കിയോ? ഞാൻ ചുമ്മാ നിന്റെ ദേഷ്യം കാണാൻ വേണ്ടി ഓരോന്ന് വെറുതെ ഇങ്ങനെ പറയുന്നില്ലടോ. നീ വിട്ടേ. നീ നോക്ക്, ദേഷ്യം വരുമ്പോ എന്റെ പെണ്ണിന്റെ മുഖം കാണാൻ എന്ത് ചന്ത. താവാ, ഞാൻ നിന്നെ കുറുമ്പ് പിടിപ്പിക്കാൻ ഓരോന്ന് പറയുന്നില്ലടോ, കേട്ടോ? പക്ഷേ ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരു 5 പിള്ളേരെങ്കിലും. നിന്നെ ഇത് ഞാൻ വേണം ശരിയാക്കും ഞാൻ. നാശം, അത് പിന്നെയും തിരിച്ചു വന്നു. എത്രയൊക്കെ ദൂരേക്ക് എറിഞ്ഞു കളയാൻ നോക്കിയിട്ടും പിന്നെയും അതെന്റെ മുന്നിൽ തന്നെ വന്ന് പല്ലടിച്ചോണ്ട് നിൽക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യണം? എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഇതിനെ ഇല്ലാതാക്കിയേ പറ്റൂ. നീ എന്താ ജയിച്ചെന്റെ അഹങ്കാരം കാണിക്കാൻ വന്നാണോ? നിങ്ങൾ എന്റെ കുഞ്ഞിനെ തീ വെച്ച് കൊല്ലാൻ നോക്കുമല്ലേ? കൊന്നോളയും ഞാൻ. പിന്നെ നീ എന്നെ അങ്ങ് പുഴുങ്ങി തിന്നുകളെ. കുഞ്ഞിനെ തിരിച്ചു കിട്ടിയെന്ന് കരുതി നീ കൂടുതൽ അഹങ്കരിക്കരുത്. അച്ഛൻ നിങ്ങളോട് ആരതി കത്തിക്കാൻ പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു എന്തെങ്കിലും ഉടായിപ്പ് കാണിക്കുന്നു. അതുപോലെ തന്നെ അങ്ങ് സംഭവിച്ചല്ലോ. ആരതിയുടെ താലം എന്റെ കുഞ്ഞിന്റെ ദേഹത്തേക്കിട്ട് മനഃപൂർവ്വം പൊള്ളിക്കാൻ നോക്കിയതല്ലേ നിങ്ങള്? അതെ, ഞാൻ അതിന് തന്നെയാ നോക്കിയത്. നിനക്കത് മനസ്സിലായല്ലേ? നീ എന്ത് ചെയ്യും? ആ നാശം പിടിച്ചതിനെ നീ ഇവിടേക്ക് കൊണ്ടുവന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ അങ്ങനെ ചെയ്തതും. അതിന്റെ പേരിൽ നിനക്ക് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടണോ?
അതോ കോടതി കയറ്റണോ? നിനക്ക് എന്ത് വേണേലും ചെയ്യാം. പക്ഷേ അതിനോടുള്ള ഇനി അങ്ങോട്ടുള്ള എന്റെ പെരുമാറ്റം ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇന്നലെ വരെ അത് ശിവരാമേട്ടന്റെ മാത്രം കുഞ്ഞായിരുന്നു. എന്നാ ഇന്ന് അങ്ങനെയല്ല. ഞാനും എന്റെ സച്ചേട്ടനും നിയമപരമായിട്ട് ദത്തെടുത്ത കുഞ്ഞാവള്. നീ എത്ര ദത്തെടുത്തു പറഞ്ഞാലും സ്വന്തമായി വളർത്താൻ ശ്രമിച്ചാലും ആ നാശം പിടിച്ചത് ഒരിക്കലും ഡ്രൈവർ ശിവരാമന്റെ കുഞ്ഞല്ലാതായി മാറില്ല. അത് ഞങ്ങള് നോക്കിക്കോളാം. പക്ഷെ അതിനിടയില് എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയോണ്ടല്ലോ. നീ എന്നെ അങ്ങ് ഞൊട്ടും. അർച്ചനെ, നീ അതിനെ എത്ര ചേർത്ത് പിടിക്കാൻ നോക്കിയാലും ഒരു ദിവസം നിന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞങ്ങ് കൈവിട്ടു പോവും. ഞാൻ എന്റെ കുഞ്ഞിനെ നിയമപരമായിട്ട് ദത്തെടുത്തതാ. ഇനി ഒരു ശക്തിക്കും എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റാനാവില്ല. പോലീസും കോടതിയും ഒന്നും അവളെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കൂല്ല. കഥ അറിയാതെ ആട്ടം കാണുക മോളെ നീ. നിയമപരമായി ആ കുഞ്ഞിനെ നീ ദത്തെടുത്തതൊക്കെ ഒരു പാഴ്ക്കിനാവായി മാറുന്ന ദിവസം വരും. നിന്റെ കണ്ണിന് മുൻപിലൂടെ ആ കുഞ്ഞിനെ നിനക്ക് നഷ്ടപ്പെടും. ഇത് പറയുന്നതേ അവന്തികയാ. അത് നിങ്ങളുടെ മനസ്സിന്റെ തോന്നല് മാത്രം. എന്റെ കുഞ്ഞിനെ കാണുമ്പോഴുള്ള നിങ്ങളുടെ വൃത്തികെട്ട ചിന്തയുണ്ടല്ലോ, അതൊരു മാറാ രോഗമാ. നിങ്ങളുടെ മനസ്സിനെ കാർന്ന് തിന്നുന്ന ക്യാൻസർ. അതിന് മരുന്നില്ല. എനിക്കുള്ള അസുഖത്തിനുള്ള മരുന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. എന്നെ ചികിത്സിക്കാൻ നീ ആരാ? ഡോക്ടറോ? നിങ്ങൾക്ക് വേണ്ട നല്ല ഒന്നാന്തരം ചികിത്സ എന്റെ കയ്യിലുണ്ട്. ദാ ഈ കൈ നിവർത്തി ഒരെണ്ണം തന്നോണ്ടല്ലോ, നിങ്ങൾ വട്ടം കറങ്ങി പോവും. പിന്നെ എന്താ നീ എന്നെ തല്ലാത്തത്? ധൈര്യം ഉണ്ടെങ്കിൽ തല്ല്. നിന്റെ ഉശിരി ഞാനൊന്ന് കാണട്ടെ. എന്റെ കയ്യിന്ന് പലതവണ കൈനീട്ടി വാങ്ങിച്ചിട്ടും നിങ്ങൾ ഇതുവരെ പഠിച്ചില്ല. അതെങ്ങനെയാ? ചിലര് കണ്ടാ പഠിക്കും, മറ്റു ചിലര് കൊണ്ടാലേ പഠിക്കും. നിങ്ങൾ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. നീ എന്റെ ടീച്ചറാവാൻ ശ്രമിക്കല്ലേ. ഈ വീട്ടിൽ നിന്നെ അനുസരിച്ച് ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ ടീച്ചറല്ല, വേണ്ടി വന്ന പ്രിൻസിപ്പളും ആവും. നിങ്ങളെ അനുസരിപ്പിക്കാൻ ചൂരിലെടുക്കേണ്ടി വന്നാ അതും ഞാൻ എടുക്കും. നിങ്ങൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ക്ഷമിച്ചു. കാരണം നിങ്ങൾ ഈ വീട്ടിൽ വന്ന് കയറിയ ആദ്യത്തെ മരുമകളാ. ആ പരിഗണന എന്നും നിങ്ങളോട് ഞാൻ കാട്ടിയിട്ടുമുണ്ട്. എന്നാ ഇനി അതുണ്ടാവില്ല. നിങ്ങൾ കാരണം എന്റെ കുഞ്ഞിന് വേദനിച്ച ഇതുവരെ നിങ്ങളോട് കാണിച്ച ഒരു ദയയും ഇനി ഞാൻ നിങ്ങളോട് കാണിക്കില്ല. ആർക്ക് വേണം നിന്റെ ദയ? അതിനേക്കാൾ നല്ലത് സ്വയം കഴുത്തു മുറിച്ചങ്ങ് ചാവുന്നതാ. അവളും അവളുടെ ഒരു ദത്തുപുത്രി. എന്നാ ഇതുകൂടി നിങ്ങൾ കേട്ടോ. നിങ്ങൾ എന്റെ കുഞ്ഞിനെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും എന്റെ കുഞ്ഞ് ഈ നെല്ലിശ്ശേരി തന്നെ വളരും. നിങ്ങളുടെ കൺമുമ്പിൽ അവളുടെ ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട് മാത്രമേ ഓരോ ദിവസവും നിങ്ങൾക്ക് ഈ നെല്ലിശ്ശേരിയിൽ ഉറങ്ങാനും ഉണരാനും പറ്റൂ. കളി ഇനി നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഓർത്തോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.